ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വോയിസ് ഓഫ് KK. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയത്ത് ഞാനൊരു ചെയർമാനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകണ്ടായി. എന്നെപ്പോലെ 100 കണക്കിന് പേര് റെസ്യൂമായിട്ട് അദ്ദേഹത്തെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നിലും മുന്നിലും വന്നവരൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. വരുന്നവരെല്ലാവരെയും തന്നെ കാണാനും സംസാരിക്കാനും അദ്ദേഹം സമയവും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവസാനം എനിക്കും അദ്ദേഹത്തെ കാണാനൊരു അവസരം കിട്ടി. എന്നോട് അദ്ദേഹം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളും മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഈ ഒരു സ്ഥാപനത്തിലേക്ക് ജോലി വേണമെന്നും ഇതിലേക്ക് എത്തിപ്പെടണമെന്നൊക്കെ എൻ്റെ ആഗ്രഹങ്ങളെ അദ്ദേഹം സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയും ആ സ്ഥാപനത്തെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് സംസാരിച്ച്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ വന്നൊരു വ്യക്തിയോട് വളരെ കൂളായി സമാധാനത്തോടെ സന്തോഷത്തോടെ സംസാരിച്ചൊരു വ്യക്തിനെ അന്ന് ആ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനായിട്ടാണ് പുറത്തിറങ്ങി പോയത്. കാരണം 100 കണക്കിന് ആൾക്കാർ എല്ലാ ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇതുപോലെ കാത്തിരിക്കുന്നുണ്ട്. അവരോടൊക്കെ സംസാരിക്കേണ്ട സമയം അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. ഇന്ന് ജൂലൈ 28, 2026. ഇന്ന് ആ വ്യക്തി ഈ ഭൂമിയിലില്ല. ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ പ്രമുഖ സ്ഥാപനമായ ULCCS ചെയർമാനായിരുന്ന മിസ്റ്റർ പാലേരി രമേശിനെ കുറിച്ചാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലൊരു കാര്യം പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിടുന്നൊരു സുരക്ഷിതത്വം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു സ്ഥാപനമാണെന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം അതിനെ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇന്ന് ULCCS എന്ന് പറയുന്നൊരു സ്ഥാപനം സാധാരണ റോഡോ ബിൽഡിങ്ങോ ഉണ്ടാകുന്ന ഒരു കമ്പനി മാത്രമല്ല, ഏഷ്യയിൽ തന്നെ അല്ലെങ്കിൽ രാജ്യത്തിൽ തന്നെ ഉയർന്ന് തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു കമ്പനിയും കൂടിയാണ്. ഇത്തരത്തിലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ കിട്ടിയ അവസരം ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങേറ്റം അഭിമാനകരമായിട്ടാണ് നിൽക്കുന്നത്. അതിലുപരി അദ്ദേഹം ചെയർമാനായി നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു അഭിമാനവും കൂടിയുണ്ട് കേട്ടോ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഇദ്ദേഹം ഒരു തീരാ നഷ്ടം മാത്രമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടി നൽകി. എന്നെ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ മലബാറിലും കേരളത്തിൽ ഒരുപാട് കുടുംബങ്ങളുടെ ആശ്രയമായ ULCCS എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനം 100 കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അവരെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. കേവലം ഒരു തൊഴിലാളിയോട് പെരുമാറുന്ന രീതിയല്ലാതെ ഓരോരുത്തരുടെയും കമ്പനിയാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും സ്ഥാപനമാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ചേർത്ത് പിടിച്ചാണ് നമ്മളെല്ലാവരെയും നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ പോലത്തെ ഒരാൾ എനിക്ക് കേരളത്തിൽ ഇത്തരം ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ഇന്നിങ്ങനെയൊന്നും സംസാരിച്ചില്ലെങ്കിൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നടന്നു പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ബഹുമാനവും ഇഷ്ടമൊക്കെ ഉണ്ട്. അതിനൊരു അർത്ഥവും ഇല്ലാത്ത രീതിയിലായിപ്പോവും. എൻ്റെ ജീവിതത്തിലെ ഒരു തൊഴിൽ അല്ലെങ്കിൽ സാമ്പത്തിക മാറ്റങ്ങൾ, ഇതിനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു തൊഴിൽ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിലൂടെ എനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നു, എൻ്റെ ഫാമിലിക്ക് ചിരിക്കാൻ പറ്റുന്നു, ഇതൊക്കെ നൽകിയത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു സ്ഥാപനത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അത്തരത്തിലുള്ള അവസരം എന്നെപ്പോലെ 100 കണക്കിന് പേർക്ക് കിട്ടിയിട്ടുണ്ട്. 1000 കണക്കിന് തൊഴിലാളികളുണ്ട്. അങ്ങനെ അദ്ദേഹം ഇവിടെ വിട്ടു പോവുകയാണെങ്കിലും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ 100 കണക്കിന് കുടുംബങ്ങൾ, 1000 കണക്കിന് ആൾക്കാർ, അതിൽ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരിക്കലും ആരെ മനസ്സിൽ നിന്നും മായാത്ത അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ ആർക്കും മറന്നു കളയാൻ പറ്റാത്ത അത്രയും വലിയ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട രീതിയിലൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിനും കൂടി വേണം കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ ഒരു കാര്യം കൂടി നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇത്രയും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിക്കുന്ന, എല്ലാവരോടും ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന, എന്താ ഇതിൽ ഉപരി എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹം വലിയൊരു മിസ്സിങ് തന്നെയാണ്. നിങ്ങൾക്ക് ഇനി വരുന്ന ജനറേഷൻ ആർക്കും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അദ്ദേഹമായിട്ട് ഇടപെടുന്നത് നിങ്ങൾ കാണില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. ULCCS എന്നൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെ ഈ രീതിയിലേക്ക് എത്തിച്ചത്
അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നൂറുകണക്കിന് ആൾക്ക് തൊഴിൽ ചെയ്യുന്ന ഈ സ്ഥാപനം ഈ രീതിയിലേക്ക് എത്തിയത് ഇദ്ദേഹത്തിൻ്റെ ഒറ്റൊരാൾ കഴിവാണ്. ഇനി അങ്ങോട്ടേക്കുള്ള നാളുകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു എന്നുള്ളൊരു അഭിമാനം എനിക്കുണ്ട്. കാരണം അദ്ദേഹം ചെയർമാനായി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ എനിക്കൊരു വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട കുറച്ച് നല്ല മനുഷ്യരിൽ, വിരലെണ്ണാൻ പറ്റുന്ന നല്ല മനുഷ്യരിൽ ഒരു വ്യക്തിയാണ് സർ രമേശ് പാലേരി. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ, അതിലപ്പുറം എന്താ പറയാം. ഞാൻ വളരെ ചുരുക്കം പേരിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളോട് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന എന്നെപ്പോലെ തന്നെ നൂറുകണക്കിന് ആൾക്കാർക്ക് ഈ ഒരു കാര്യം പറയേണ്ട കേട്ടോ. വിരലെണ്ണാൻ പറ്റുന്ന ഒരു പ്രധാനമായ ആൾ. അപ്പോൾ ഓക്കെ, ബൈ.